ഹലോ മച്ചാ, ഇന്ന് അറിയാതെ ഒരു ദിവസം നമ്മൾ നേരത്തെ 7 മണിക്ക് ഒന്ന് എണീക്കുക. അതിന്റെ ഈ കാണുന്നത് ഉമ്മ വിളിച്ചിട്ട് വാടാമെങ്കിൽ എന്നെ ഉമ്മ വീട്ടിൽ കൊണ്ടുപോയി താത്താ വീട്ടിൽ കൊണ്ടുപോയി വല്യമ്മ വീട്ടിൽ കൊണ്ടുവിടുന്ന പറഞ്ഞാൽ രാവിലെ ഇറങ്ങി എന്നെയുമായിട്ട് നമ്മൾ നിക്കർ ഉറക്കപ്പായെന്ന് എണീറ്റാൽ നിക്കറിട്ടാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഉമ്മ പറഞ്ഞ സ്ഥലമൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ വീട്ടിലെത്തിയപ്പോൾ 9 മണിക്ക് ഈ ടൈമായി. പിന്നെ നമ്മൾ കുറച്ച് നൊസ്റ്റാൾജിക് ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഞാനിങ്ങനെ നൊസ്റ്റാൾജി ഇറക്കിക്കൊണ്ടിരുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവൻ വീട്ടിലോട്ട് വന്നത്. എങ്കിൽ വാടാ നമുക്ക് വർക്ക്ഷോപ്പിൽ പോകാന്ന് പറഞ്ഞു. വർക്ക്ഷോപ്പ് കണ്ട എന്റെ വണ്ടിക്ക് പിന്നെ വട്ട അവിടെ എന്റെ വണ്ടി പണിയായി. ആവശ്യമില്ലാണ്ട് ഞാൻ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുവന്നേ. അപ്പൊ ഇവൻ ഈ സാധനമൊക്കെ മേടിച്ചു വണ്ടി ശരിയായിട്ട് കൊടുത്തുള്ളൂ. ആ ചെറിയൊരു സാധനം മേടിക്കാൻ ഇവിടെ ഒന്നും സ്ഥലമില്ലാത്ത ഇവൻ പറഞ്ഞു കോട്ടയം പോയി മേടിച്ചിരുന്നത്. എങ്കിൽ കോട്ടയം പോയി റൈഡ് ആക്കിയൊക്കെ ഓർത്ത് കോട്ടയത്തിന് പോക്കായി കാണും. അങ്ങനെ തപ്പിപ്പിടിച്ച് കടയെത്തി ഗൈസ്. ഇവിടത്തെ പെരുന്നാളിന് ബീഫ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെ തിരക്ക് ക്യൂ അതുപോലെ ഉണ്ട്. എനിക്ക് മാത്രമാണോ എന്നറിയത്തില്ല. എവിടെ പോയാലും ഇങ്ങനെ പോസ്റ്റ് നിലത്ത് ഞാൻ ഒറ്റ ഇരിപ്പിരുന്ന് പാടെ എന്ത് ചെയ്യാൻ. അല്ലാണ്ട് സാധനം എന്തായാലും ഇപ്പൊ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പടച്ചവനെ, ഈ ഒരു സാധനം മേടിക്കാൻ എന്റെ ഇന്നത്തെ ഒരു ദിവസം പോയി ഗൈസ്. എന്തായാലും രാവിലെ മുതൽ പട്ടിണിയാ. പിന്നെ അവിടെ ഇരുന്നതിന്റെ ക്ഷീണവും വണ്ടി ഓടിച്ചതിന്റെ ക്ഷീണവും വെയിലത്തേക്ക് നടന്ന ക്ഷീണവും എല്ലാം കൂടെ തീർക്കാൻ ഒരു മന്തി അടിച്ച്. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ വിത്ത് കമന്റ് വിത്ത് ഫോളോ.